ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. മതനിരപേക്ഷതയും ജനാധിപത്യവും രാജ്യത്ത് നിലനിർത്തണം. അതിന് ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന, ദേശീയ തലത്തിൽ തന്നെ അഭിപ്രായ രൂപീകരണത്തിന് പ്രാപ്തിയും ശേഷിയുമുള്ള ആളുകൾ പാർലമെൻറ്റിലെത്തണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. മാത്രവുമല്ല, പാർലമെൻറ്റിനകത്ത് ഒരു ബ്ലോക്കായി നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയും സംരക്ഷിക്കാനും രാജ്യത്തിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരെയും ദളിതരും ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അതിനൊക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷ എം പിമാർക്കാണ് എന്ന് മുൻകാല അനുഭവം നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 2014 മുതൽ 2019 വരെ പാർലമെൻറ്റിലുണ്ടായിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ എം പിമാർ അന്ന് നമ്മളുടെ ഈ രാജ്യത്തുണ്ടായ ഒന്നാം BJP ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള വലിയ ഇടപെടലുകൾ, പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധവും മറ്റ് നടപടികളുമൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രവുമല്ല, നമ്മുടെ മുന്നനുഭവം അനുസരിച്ച് രാജ്യത്ത് BJPക്കെതിരായി ഒരു മുന്നണിയെ രൂപീകരിച്ചു കൊണ്ടുവരുന്നതിനും ആ മുന്നണിയെ കൃത്യമായി ദിശാബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുക ഇടതുപക്ഷ ബ്ലോക്കിനാണ്. അത് 2004 ഒന്നാം UP ഉണ്ടാകുമ്പോൾ മുതൽ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ രാജ്യം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു ഘട്ടത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടതുണ്ട്. ലെഫ്റ്റ് ബ്ലോക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ നമ്മളുടെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ, ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2014 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഒരു വലിയ വിഷയാധിഷ്ഠിതമായി നമ്മൾ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ, അത് ഇവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന, പ്രത്യേകിച്ച് പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെയുള്ള ചില നടപടികളുടെ ഭാഗമായി ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും ജനങ്ങളുടെ മേൽ എന്തും അടിച്ചേൽപ്പിക്കാൻ പറ്റുമെന്ന നിലപാടിലേക്ക് ഗവൺമെൻറ്റുകൾ പോവുകയും ചെയ്യുമ്പോൾ അതിനെതിരെ രൂപപ്പെട്ടു വന്ന വലിയ പ്രതിഷേധമായിരുന്നത്. അത് കസ്തൂരിരംഗൻ റിപ്പോർട്ടും മാധവ് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നില്ല. ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റ് നടപടികളുണ്ടാകുമ്പോൾ, ജനങ്ങളുടെ ഇവിടുത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുമ്പോഴൊക്കെ അവർക്കെതിരെ വലിയ തോതിൽ പൊതുബോധം സൃഷ്ടിച്ച് മലയോര ജനതയാകെ കയ്യേറ്റക്കാരാണ് എന്ന തലത്തിലുള്ള വലിയൊരു പൊതുബോധ നിർമ്മിതി നടത്തി അതിൻ്റെ മറവിൽ ഇവിടുത്തെ ആളുകളെ വല്ലാത്ത തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെയുള്ളൊരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുക. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുമ്പോൾ അത് നൽകിയൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഈ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടത്താൻ, അല്ലെങ്കിൽ ഇതുപോലെ ജനങ്ങളുടെ മേലേക്ക് എന്തും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമുണ്ടായാൽ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെതിരെ പ്രതിരോധം തീർക്കും, പ്രതിഷേധിക്കുമെന്നുള്ളതായിരുന്നു. 5 വർഷക്കാലം പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സജീവമായി ഇടപെട്ടിട്ടുണ്ട്. ഈ നാടുമായി ബന്ധപ്പെട്ട വികസന പ്രക്രിയയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും നേരനുഭവവുമായി ആ കാലത്തുണ്ടായ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമായി നിൽക്കുകയും ചെയ്യുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ജനങ്ങൾക്കൊപ്പം നിന്ന ഒരാൾ എന്ന നിലയിൽ ഇടുക്കിയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിൽ അസ്വസ്ഥതയുണ്ടായിരുന്ന ഈ പറയുന്ന സ്ഥാപിത താല്പര്യക്കാരായ പരിസ്ഥിതി സംഘടനകൾ, അവർക്കൊപ്പം നിൽക്കുന്ന ചില മാധ്യമങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ശക്തികൾ, ഇവരെല്ലാം കൂടി നിരന്തരമായി 5 വർഷക്കാലം എന്നെ വേട്ടയാടുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ ശേഷം നടന്ന പാർലമെൻറ്റ് ഇലക്ഷൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന തരത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു വൈകാരിക തലത്തിൽ നടന്നൊരു തെരഞ്ഞെടുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടില്ല. ഒന്ന്. മറ്റൊന്ന്, ഇതുപോലുള്ള ഈ ഇവിടുത്തെ ആളുകൾക്കെതിരായി നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അതിനെതിരായി നിൽക്കുന്ന ശക്തികളാകെ അവരുടെ മുന്നിൽ നിന്ന് നയിച്ച ഒരാളെന്ന നിലയിൽ എനിക്കെതിരെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. വലിയ തോതിൽ സാമ്പത്തികം ഉൾപ്പെടെ എനിക്കെതിരെ ആ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ അത് നൽകിയൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ജനങ്ങളുടെ കൂട്ടായ്മയും ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രതിഷേധവും താൽക്കാലികമാണ്. അതിനെ ആസൂത്രിതമായി സംഘടിതമായി അഭിപ്രായ രൂപീകരണത്തിലൂടെ അതുപോലുള്ള എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്താൻ പറ്റും, അതിനെ ഇല്ലാതാക്കാൻ പറ്റും.
ജനങ്ങളുടെ മേൽ എന്തും അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കാൻ ഈ താല്പര്യങ്ങൾക്കാകെ സാധിക്കുമെന്നൊരു സന്ദേശം ആ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ 2014 മുതൽ 19 വരെ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ, അത് കുട്ടമ്പുഴയിലാണെങ്കിലും അത് മറ്റെല്ലാ പ്രദേശങ്ങളിലും മലയോര മേഖലയിൽ ഓരോ സ്ഥലങ്ങളിലാണെങ്കിലും അന്ന് ആ കാലഘട്ടങ്ങളിലാകെ ഇവിടെ നിന്ന് ഒഴിവാക്കി നിർത്തിയിരുന്നതെല്ലാം തിരിച്ച് 2019 ശേഷം തിരിച്ചു വരികയാണ്. അത് കോടതി വ്യവഹാരങ്ങളായി ജനങ്ങൾ, പരിസ്ഥിതി സംഘടനകൾ കോടതികളിലേക്ക് പോകുന്നു, കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നു, മറ്റു തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നു, ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നടപടികൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതിസന്ധികൾ രൂപപ്പെട്ടു വരുന്നു. മറ്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള വലിയ തോതിലുള്ള ഇടപെടൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഇതെല്ലാം ഒഴിവാക്കപ്പെട്ടതെല്ലാം തിരിച്ചു വരുന്നൊരു സാഹചര്യം കൂടെ നിലനിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ മൂന്നാറിൽ നിന്ന് സംസാരിക്കുമ്പോൾ മൂന്നാറിൽ വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരാൾ കൂടി മരണപ്പെട്ടിരിക്കുകയാണ്. ഞാൻ സുരേഷിൻ്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ ഒരു കുറേ കാലങ്ങളായി ഇത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസുകളുമായി നിരന്തരമായി ഹാജരാകുന്ന ഒരാളാണ്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ്. ആ ഘട്ടങ്ങളിലൊക്കെ ഞാൻ പാർലമെൻറ്റ് അംഗമായിരുന്നപ്പോൾ പാർലമെൻറ്റിനുള്ളിൽ പറഞ്ഞിരുന്ന ഒന്നാണ്. ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മളെല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരാൾ കൊല്ലപ്പെടുന്നു, അയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാമ്പത്തിക സഹായം നൽകിയാൽ അവസാനിക്കുന്നൊരു വിഷയമല്ലിത്. ഇത് മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ്. പാർലമെൻറ്റിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട്, കോടതികളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാധ്യമങ്ങളോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. സുരേഷിൻ്റെ വീട്ടിൽ 2 കൊച്ചു കുട്ടികളുണ്ട്. 7 വയസ്സും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞും. ആ കുട്ടികൾക്ക് അച്ഛനില്ലാതായിരിക്കുകയാണ്. ആ കുട്ടികൾ അനാഥരായിരിക്കുകയാണ്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിതത്തിലെ ബ്രിങ്ങിങ് അപ്പ്, അങ്ങനെ തുടങ്ങി മുഴുവൻ സാഹചര്യങ്ങളും ഇല്ലാതാകുന്നു. സുരേഷ് മരണപ്പെടുമ്പോൾ ആ പ്രദേശത്തും ജീവിക്കുന്ന മറ്റാളുകൾ ഭയചകിതരായി ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പ്രദേശത്തെ എല്ലാ തരത്തിലും മനുഷ്യൻ്റെ ജീവിതത്തെ എല്ലാ തരത്തിലും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം, മൈലാലിമൽ ഇൻ്റർഫേസ് രൂപപ്പെട്ടു വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാവണം. നിയമനിർമ്മാണത്തിലൂടെ പ്രശ്നം പരിഹരിക്കേണ്ടത് അതിനകത്ത് ഇടപെടലുണ്ടാവണം. അതിനപ്പുറത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഇടപെടലുകളൊക്കെ ഉണ്ടാകേണ്ടത് ഏതെങ്കിലും നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഒന്നിനോട് ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുന്ന പോലുള്ള പ്രതികരണങ്ങളിലൂടെയല്ല, മറിച്ച് സ്വന്തം ജീവിതത്തിൽ ഇതുണ്ടാകുമ്പോഴുണ്ടാകുന്നൊരു വേദനയുണ്ട്. ആ വേദനയോടുകൂടി ഇത് പ്രതികരിക്കാൻ പറ്റാതെ ആളുകളുടെ അഭാവം മലയോര മേഖലയാകെ ഇന്ന് അനുഭവിക്കുകയാണ്. പശ്ചിമഘട്ടമാകെ ആ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ, സംസാരിക്കാൻ ഒരാളുണ്ടാവണമെന്ന് ഇടുക്കിയിലെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലം ആഗ്രഹിക്കുന്നുണ്ട്. മലയോര മേഖലയിൽ, പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിന് പുറത്തുൾപ്പെടെ മലയോര മേഖലയിലാകെ ജീവിക്കുന്ന ഈ പ്രതിസന്ധികൾ നേരിടുന്ന ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ മറ്റ് വികസന പദ്ധതികളുണ്ട് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി, സംസ്ഥാന ഗവൺമെൻറ്റുമായി ഇടപെട്ടുകൊണ്ട് ഈ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടാൻ പറ്റുന്ന, പരിഹാരമുണ്ടാക്കാൻ പറ്റുന്ന, അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നേതൃത്വവും അതനുസരിച്ച് പ്രവർത്തനവുമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്ന തിരിച്ചറിവിലേക്കും പൊതുബോധ്യങ്ങളിലേക്കും എല്ലാവരും എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ തിരിച്ചറിവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാവും. ആ തിരിച്ചറിവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും. അത് ജോയ്സ് ജോർജിന് അനുകൂലമാകും. നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ഇത്തവണ കഴിഞ്ഞ രണ്ടിന് വ്യത്യസ്തമായി പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അല്ലെ, ഞാൻ 2014 പാർലമെൻറ്റ് അംഗമായി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ഒരാളാണ്. 19 വീണ്ടും സ്വതന്ത്രനായി മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അതിനുശേഷം എൻ്റെ പൊതുപ്രവർത്തനവും ഈ നാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടലുകൾ പൂർണ്ണമായും ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിലായിരുന്നു. അതിനകത്ത് ഗവൺമെൻറ്റുകളുടെ നടപടികളുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുമ്പോൾ പോലും മാനുഷികമായി ഈ വിഷയത്തെ സമീപിക്കുകയും ഇതിന് പരിഹാരമുണ്ടാക്കാൻ എല്ലാ കാലത്തും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ അത്തരത്തിലുള്ള സമീപനമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം നമ്മളുടെ 2023 കേരള ഭൂമി പതിവ് ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ളത് പാസ്സാക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. ഒട്ടനവധി നിയമനിർമ്മാണങ്ങളും നടപടികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.